മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ സംസാരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ സംസാരിക്കുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന് നിങ്ങൾ എന്താ പറയുന്നത്? കൊയിൻ എന്നാണോ പറയുന്നത് അതോ നാണയം എന്നാണോ പറയുന്നത്? ഞാൻ കൊയിൻ എന്നാണ് പറയുന്നത്. ഞാൻ കൊയിൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ ഡബിൾ ടാപ്പ് ചെയ്ത് അത് ലോക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയല്ലേ? ഓക്കെ, കൊയിൻ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊയിൻ ഡബിൾ ടാപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത്. ഓക്കെ, നാണയം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, രണ്ടാമത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ജസ്റ്റ് എല്ലാവരും സ്റ്റാർട്ട് ബട്ടൺ കാണുന്നത്, അടി കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ, അതാണ് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് എല്ലാവരും സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി നമ്മുടെ ഗെയിം ഓൺ ആക്കാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടി 1 2 3 സ്റ്റാർട്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തോ? ഓക്കെ, അപ്പോൾ ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോവാണ്. രണ്ടാമത് സ്പാനർ. ഇതിനകത്ത് ഇങ്ങനെ സ്പാനർ എന്നാണോ പറയുന്നത്, വേറെ എന്തെങ്കിലും ആണോ പറയുന്നത്? ഞാൻ സുന എന്നാണ് പറയുന്നത്. ആ സുന ഇങ്ങനെ എടുത്ത്, ആ മറ്റേ സുന തിരിക്കുന്ന സുന ഇങ്ങനെ എടുത്ത് സുന എന്നാണ് ഞാൻ പറയുന്നത്. സോ ഇതിൻ്റെ മലയാളം ഒന്നും എനിക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ്സ് പറയുക. നിങ്ങൾ സ്പാനർ എന്നാണ് പറയുന്നതെങ്കിൽ യെസ് ഡബിൾ ടാപ്പ് ചെയ്ത് അതിൽ ലോക്ക് ചെയ്യുക. ഓക്കെ, മൂന്നാമത് നിങ്ങൾ ഇറേസർ എന്നാണോ പറയുന്നത്, റബ്ബർ എന്നാണോ പറയുന്നത്? ചില ആൾക്കാർ ഡബ്ബർ എന്നൊക്കെ പറയണം. ഡബ്ബർ, ഡബ്ബർ. ഞാൻ റബ്ബർ എന്നാണ് പറയുന്നത്. ഞാൻ ഇറേസർ എന്ന് പറയാറില്ല. ഞാൻ റബ്ബർ ഡബിൾ ടാപ്പിലേക്ക് ലോക്ക് ചെയ്ത്. നിങ്ങൾ പേജ് എന്നാണോ പറയുന്നത്? ബുക്കിൻ്റെ പേജിന് പേജ് എന്നാണോ പറയുന്നത്? പേജ് മറിക്കാനാണോ പറയുന്നത് അതോ താള് മറിക്കാനാണോ പറയുന്നത്? പണ്ടൊക്കെയുള്ള ആൾക്കാർ താള് മറിക്കാനാണെന്നാണ് പറഞ്ഞിരുന്നത്. താളെന്ന് പറയുമ്പോൾ വേറൊരു കഴിക്കണ കറിയില്ല, താള് കറി എന്ന് പറയുന്നത്, അതുപോലെയൊക്കെ ഉണ്ടല്ലേ. ഞാൻ പേജ് എന്നാണ് പറയുന്നത്. ഞാൻ എവിടെ പേജ് മറിക്കുക എന്നൊക്കെ പറയുന്നത്. ഞാൻ പേജ് ഡബിൾ ടാപ്പ് ചെയ്തിലേക്ക് ലോക്ക് ചെയ്ത്. ഓക്കെ, നാലാമത്തത് നിങ്ങൾ കോട്ടൺ എന്നാണോ പറയുന്നത്, ഇതിന് പഞ്ഞി എന്നാണോ പറയുന്നത്? ഞാൻ പഞ്ഞി എന്നാണ് പറയുന്നത് കേട്ടോ. പഞ്ഞി എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പഞ്ഞി ഡബിൾ ടാപ്പ് ചെയ്തിലേക്ക് ലോക്ക് ചെയ്ത്. നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് പറയുക. നിങ്ങൾ ഹായ് മഴ വന്നേ, അതോ ഹായ് റെയിൻ എന്നാണ് പറയുന്നത്. ഞാൻ ഹായ് മഴ ഹായ് മഴ കുട അല്ലെങ്കിൽ റെയിൻ അംബ്രല എന്ന് പറയും ആരെങ്കിലും ഇല്ലല്ലോ. അപ്പം റെയിൻ മഴ കുട റെയിൻ അംബ്രല അങ്ങനെ ആരും പറയത്തില്ലല്ലോ. അപ്പം ഞാൻ മഴ കുട എന്ന് പറയുമ്പോൾ മഴ വരുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കും. മഴ ഇഷ്ടമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മഴ ഇഷ്ടമില്ലാത്ത ആൾക്കാരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കറിക്ക് എന്താ പറയണത്? കറി എന്നാണോ? കറിക്ക് രണ്ടും ഒരേപോലെ പറയുന്നത്. കറിക്ക് ഇംഗ്ലീഷും മലയാളം ഒന്നാണെന്ന് തോന്നുന്നു. മലയാളം എനിക്കറിയാൻ പറ്റില്ല. കറിയുടെ മലയാളം അറിയുന്നുണ്ട് കമൻറ്റ്സ് പറയുക. നിങ്ങളിത് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇംഗ്ലീഷാണോ മലയാളമാണോ പറയുന്നത് വെച്ചാൽ കമൻറ്റ്സ് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അടിയിൽ കിടന്ന റിലേറ്റബിൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കുക. എൻജോയ് ചെയ്യുക. എൻജോയ്. ഓക്കെ, ബൈ.